പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയൻ്റെ പ്രാതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഒരു ട്രെൻഡാണ് സ്മാർട്ട് വർക്ക്. അതായത് ഹാർഡ് വർക്ക് എന്നതിനേക്കാൾ സ്മാർട്ട് വർക്കാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. വലിയ കോർപ്പറേറ്റുകൾ പ്രോത്സാഹിപ്പിക്കുന്നതും സ്മാർട്ട് വർക്കിനെയാണ്. എന്താണ് ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും തമ്മിലുള്ള വ്യത്യാസം? ഹാർഡ് വർക്ക് എന്നത് കൂടുതൽ സമയം, പരിശ്രമം, അധ്വാനം ചെലവഴിച്ച് ഒരു കാര്യത്തെ പൂർത്തിയാക്കുന്നതാണ്. ഇതിൻ്റെ പ്രധാന സവിശേഷത എന്നത് പരിശ്രമത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു എന്നതാണ്. ഈ രീതിയിൽ ആവർത്തിച്ച് പരിശ്രമിച്ചുകൊണ്ട് ചെയ്യുന്നത് വഴി ചിലപ്പോൾ കൂടുതൽ സമയമെടുക്കും ഒരു കാര്യം നേടുവാൻ. എന്നാൽ ഹാർഡ് വർക്ക് നമ്മിൽ ക്ഷമ, സഹിഷ്ണുത, നിയന്ത്രണം എന്നിവ വളർത്തുന്നു. സ്മാർട്ട് വർക്ക് എന്നത് യോജിച്ച പദ്ധതിയും തന്ത്രവും ഉപയോഗിച്ച് കുറച്ച് സമയത്തിൽ മികച്ച ഫലം നേടുന്നതാണ്. അതിൻ്റെ പ്രധാന സവിശേഷതകളാണ്: ഫലത്തിന് പ്രാധാന്യം നൽകുന്നു, സമയം ലാഭിക്കുന്ന മാർഗങ്ങൾ ഉപയോഗിക്കുന്നു, മുൻകൂട്ടി മാർഗങ്ങൾ പ്ലാൻ ചെയ്യുന്നു, പുതിയ രീതികൾ ഉപയോഗിക്കുന്നു. സ്മാർട്ട് വർക്ക് നമ്മിൽ ചിന്താശേഷി, ക്രിയാത്മകത, കാര്യക്ഷമത എന്നിവ വളർത്തുന്നു. അതായത് ഹാർഡ് വർക്ക് വേണ്ട എന്നല്ല, മറിച്ച് സ്മാർട്ടായി വർക്ക് ചെയ്യുന്നതാണ്. സ്മാർട്ടായി വർക്ക് ചെയ്യുന്നത് കൊണ്ട് നല്ല റിസൾട്ട് കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതാണ്. കാര്യങ്ങൾ സ്മാർട്ടായിട്ട് ചെയ്യുന്നതാണ്. ഇന്ന് അധികം ആളുകളും സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ ചെയ്യുവാനും അതുപോലെ തന്നെ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് കാര്യങ്ങൾ നേടുവാനും സഹായിക്കുന്ന ഒരു മാർഗമാണ് സ്മാർട്ട് വർക്ക്. ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ആത്മീയമായ കാര്യങ്ങൾക്കും സ്മാർട്ട് വർക്ക് നല്ലതാണ്. നമ്മുടെ നിത്യരക്ഷയ്ക്കും സ്മാർട്ട് വർക്ക് അനിവാര്യമാണ്. നിത്യരക്ഷയിലേക്ക് നമ്മെ സഹായിക്കുന്ന ഒരു സ്മാർട്ട് മെത്തോഡോളജി ഉണ്ട്. അത് ഈശോയുടെ കരുണയുടെ വാതിലാണ്. നിത്യരക്ഷയിലേക്ക് പ്രവേശിക്കുവാൻ, നിത്യജീവൻ കരസ്ഥമാക്കുവാൻ ഈശോ നമുക്ക് നൽകുന്ന ഒരു സ്മാർട്ട് വർക്കാണ്, ഒരു കുറുക്ക് വഴിയാണ്, ഒരു സ്മാർട്ട് മെത്തഡോളജിയാണ് കരുണയുടെ വാതിൽ. ഈ സ്മാർട്ട് മെത്തഡോളജി നമുക്ക് പകർന്നു നൽകുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത കരുണയുടെ അപ്പോസ്തലയാണ് വിശുദ്ധ മരിയ ഫൗസ്റ്റീന. ഈശോ നൽകിയ ആ സ്മാർട്ട് മെത്തഡോളജി ഒരു തിരുനാളായിട്ട് തിരുസഭ ഇന്ന് ആഘോഷിക്കുകയാണ്. ദൈവ കരുണയുടെ തിരുനാൾ, ഡിവൈൻ മേഴ്സി സൺഡേ. ഈ തിരുനാളിൻ്റെ പിന്നിൽ ഒരു ചാലക ശക്തിയായിട്ട് പ്രവർത്തിച്ചതും ഈ വിശുദ്ധയാണ്. യേശുവിൽ നിന്ന് ലഭിച്ച നിരവധി ദൈവികമായിട്ടുള്ള വെളിപ്പെടുത്തലാണ് ഈ തിരുനാളിൻ്റെ അടിസ്ഥാനവും ദൈവകരുണയുടെ ഭക്തിയുടെ അടിസ്ഥാനവും. എല്ലാ വർഷവും ഈസ്റ്റർ ഞായറിന് ശേഷം വരുന്ന ഞായറാഴ്ചയാണ് ദൈവകരുണയുടെ തിരുനാളായി ആഘോഷിക്കുന്നത്. ദൈവ കരുണയുടെ തിരുനാൾ സഭയിൽ ആഘോഷിക്കുവാനായിട്ട് ആഹ്വാനം ചെയ്തത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയാണ് ഈ ഭക്തി സജീവമായിട്ടും പ്രോത്സാഹിപ്പിച്ചത്. പോളണ്ടിലെ ഒരു കർഷക കുടുംബത്തിൽ 1905 ഓഗസ്റ്റ് 25 വിശുദ്ധ ജനിച്ചത്. 10 മക്കളിൽ മൂന്നാമത്തോളായിരുന്നു വിശുദ്ധ ഫൗസ്റ്റീന. സന്യാസ ജീവിതത്തിൽ ഒരു സന്യാസിയായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ ആരും അവളെ സ്വീകരിച്ചില്ല. വീട്ടുകാർ എതിർത്തു. അവസാനം കരുണയുടെ മാതാവിന് മിണ്ടാമഠത്തിൽ അവൾ സ്വീകരിക്കപ്പെട്ടു. അവിടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കാവൽക്കാരിയായും അടുക്കളപ്പണിക്കാരിയായും തോട്ടപ്പണിക്കാരിയുമൊക്കെ ആയിട്ട് അവൾ ജോലി ചെയ്തു. പക്ഷേ ഈശോ അവളെ അത്യന്തമായിട്ടുള്ള കൃപകൾ കൊണ്ട് നിറച്ച് ധനിയാക്കി. ആഴമായിട്ടുള്ള ദൈവജ്ഞാനം, ദർശനങ്ങൾ, വെളിപാടുകൾ, അദർശ പഞ്ചശതം, പ്രവചനവരം എന്നിവ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടു. ഈ ലോകത്തിൽ 33 വർഷം മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. 2000 ഏപ്രിൽ 30 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയാണ് വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചത്. നിരവധിയായിട്ടുള്ള ദൈവിക വെളിപ്പെടുത്തലുകൾ ലഭിച്ച വിശുദ്ധ, അതെല്ലാം ഈശോയുടെ അരുൾപ്പാടനുസരിച്ചും തൻ്റെ കുമ്പസാരക്കാരനായിട്ടുള്ള ജോസപ്പോക്കി അച്ഛൻ്റെ നിർദ്ദേശമനുസരിച്ചും 6 നോട്ട് പുസ്തകങ്ങളായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുവിൻ്റെ അനന്തവും അതിരുകളുമില്ലാത്ത കരുണയെക്കുറിച്ചാണ് ഈ സന്ദേശങ്ങൾ. ഈശോ രണ്ടാമത് വരുമ്പോൾ, അതായത് അവസാന വിധിയുടെ നാളുകളിൽ ഈശോ വിധിയാളനായിട്ട് വരുന്നതിന് മുൻപ് കാരുണ്യത്തിൻ്റെ രാജാവായിട്ട് തന്നെ വെളിപ്പെടുത്തും. വിശുദ്ധയിലൂടെ കാരുണ്യത്തിൻ്റെ വാതിലൂടെ പ്രവേശിക്കുവാൻ ഈശോ
നമ്മളോട് ആഹ്വാനം ചെയ്യണം. കാരുണ്യത്തിൻ്റെ വാതിലിൽ പ്രവേശിക്കുവാൻ മനസ്സിലാത്തവൻ നീതിയുടെ വാതിലിൽ കടക്കേണ്ടതായിട്ട് വരും. പക്ഷെ അത് വളരെ ദുഷ്കരമാണ്. ആയതിനാൽ ദൈവകരുണയുടെ ഈ ആനുകൂല്യം ഉപയോഗിക്കുവാനായിട്ട് ഈശോ ആവശ്യപ്പെടുകയാണ്. വിശുദ്ധിക്ക് ലഭിച്ച ദൈവിക വെളിപ്പെടുത്തൽ അനുസരിച്ചിട്ടാണ് ദൈവകരുണയുടെ ഈശോയുടെ ഛായാചിത്രം വരച്ചിരിക്കുന്നത്. 1931 ഫെബ്രുവരി മാസം 22 പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ മുറിയിൽ വെളുത്ത വസ്ത്രം ധരിച്ച ഈശോയെ വിശുദ്ധ ഫൗസ്റ്റീന കണ്ടു. ഒരു കൈ അനുഗ്രഹിക്കുന്ന രീതിയിൽ മറ്റേ കൈ ഹൃദയത്തിൻ്റെ ഭാഗത്ത് തൊട്ടുകൊണ്ടായിരുന്നു. ഹൃദയത്തിൽ നിന്നും ചുവപ്പും വെള്ളയും നിറത്തിൽ 2 പ്രകാശ രശ്മികൾ പുറപ്പെട്ടു. ഈശോ അവളോട് പറഞ്ഞു, നീ എന്നെ കാണുന്നത് പോലെ ഒരു ചിത്രം വരയ്ക്കണം. അതിൽ ഈശോയെ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു എന്ന് എഴുതുക. ഈ ചിത്രം ആദ്യം നിൻ്റെ മഠത്തിലെ ചാപ്പലിലും പിന്നീട് ലോകം മുഴുവൻ വണങ്ങണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. നീ വരയ്ക്കുന്ന ഈ ചിത്രം ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ആഘോഷമായിട്ട് വെഞ്ചിരിക്കുകയും അന്ന് കരുണയുടെ തിരുനാളായിട്ട് ആഘോഷിക്കുകയും വേണം. ഈ ചിത്രത്തിന് ചില പ്രത്യേകമായിട്ടുള്ള സവിശേഷത ഉണ്ട്. ഒന്നാമതായിട്ട് മരണത്തിന് മേലുള്ള വിജയം വരിച്ച ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ ചിത്രമാണത്. രണ്ടാമതായിട്ട് നിത്യപുരോഹിതനായിട്ടുള്ള യേശുവിൻ ചിത്രമാണ്. മൂന്നാമതായിട്ട് കരുണയുടെ കൂദാശയായ കുംഭസാരം സ്ഥാപിച്ച കർത്താവിനെയാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. ഒരു വ്യക്തിക്ക് കരുണ സ്വീകരിക്കുവാൻ ആവശ്യമായ വിശ്വാസത്തെയാണ് ഈ ചിത്രം ഓർമ്മപ്പെടുത്തുന്നത്. യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വെളുപ്പ് രശ്മികൾ ഹൃദയത്തിൽ നിന്ന് വരുന്ന ജലവും ചുവപ്പ് രശ്മി യേശുവിൻ്റെ ജീവരക്തത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. കരുണയുടെ കൂദാശകളായിട്ടുള്ള മാമോദീസയും കുംഭസാരും വിശുദ്ധ കുർബാനയുമാണ് ഈ രശ്മികൾ സൂചിപ്പിക്കുന്നത്. കരുണയുടെ പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് ഈ ചിത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ചിത്രം വണങ്ങുന്നവർക്ക് നിരവധി വാഗ്ദാനങ്ങൾ ഈശോ നൽകുന്നുണ്ട്. ഒന്നാമതായിട്ട് ഈ ചിത്രത്തെ വണങ്ങുന്ന ഒരു വ്യക്തിയുടെ ആത്മാവ് ഒരിക്കലും നശിച്ചു പോകുകയില്ല. ഈ ലോക ജീവിതത്തിലും മരണസമയത്തും ആ വ്യക്തിക്ക് ഈശോയുടെ വലിയ സംരക്ഷണം ലഭിക്കും. രണ്ടാമതായിട്ട് ഈ ചിത്രത്തിലൂടെ അനേകം കൃപകൾ മനുഷ്യ വ്യക്തികളുടെ ആത്മാവിലേക്ക് ഒഴുകും. ദൈവകരുണയുടെ ചിത്രം വണങ്ങുന്ന എല്ലാ ഭവനങ്ങളെയും പട്ടണങ്ങളെയും കർത്താവ് ഭദ്രമായിട്ട് സംരക്ഷിക്കും. രണ്ടാം ലോക യുദ്ധകാലത്ത് പോളണ്ടിലെ 2 നഗരങ്ങൾ ദിവ്യകാരുണ്യ ചിത്രം പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്നു. ക്രോക്കോവും വെയിൽസും തകർക്കപ്പെട്ടില്ല. ദൈവകാരുണ്യം ലഭിക്കുവാനായിട്ട് ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് വെളിപ്പെടുത്തിയ 10 പ്രധാന മാർഗങ്ങളിൽ ഒന്നാമത് കരുണയുടെ ചിത്രം വണങ്ങൂ എന്നതാണ്. രണ്ടാമതായിട്ട് ദൈവകരുണയുടെ പ്രാർത്ഥന ചൊല്ലുക. മൂന്നാമതായിട്ട് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ഈശോയുടെ പീഡാനുഭവം ധ്യാനിക്കുക. നാലാമതായിട്ട് കരുണക്കൊന്ത ചൊല്ലുക. അഞ്ചാമതായിട്ട് ദൈവകരുണയുടെ നൊവേന ചൊല്ലുക. ആറാമതായിട്ട് ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുക. ഏഴാമതായിട്ട് ദൈവകരുണയുടെ പ്രവൃത്തികൾ ചെയ്യുക. എട്ടാമതായിട്ട് ദൈവകരുണയുടെ പ്രഘോഷണം നടത്തുക. ഒൻപതാമതായിട്ട് വിശുദ്ധ കുംഭസാരം നടത്തുക. പത്താമതായിട്ട് വിശുദ്ധ കുർബാനയും ദിവ്യകാരുണ്യ സ്വീകരണം നടത്തുക. ഈശോയുടെ അരുൾപ്പാടനുസരിച്ച് ഇവയെല്ലാം നിറവേറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യം സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവത്തിൻ്റെ വലിയ കാരുണ്യം ഇന്നത്തെ വചനഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. തോമസ് അപ്പോസ്തലൻ്റെ ആവശ്യമനുസരിച്ച് ഈശോ വീണ്ടും രണ്ടാമതും പ്രത്യക്ഷപ്പെടുകയാണ് അവിശ്വാസത്തെ എടുത്തു മാറ്റുവാൻ. കർത്താവിന് വീണ്ടും പ്രത്യക്ഷപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ അവിടുത്തെ കാരുണ്യം ഈ രണ്ടാമത്തെ പ്രത്യക്ഷപ്പെടുന്നതിലും നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനന്തമാണ്. അത് അപ്രാപ്യമല്ല, നമുക്കെല്ലാവർക്കും നേടുവാൻ സാധിക്കുന്ന ഒന്നാണ്. തിരുസഭ മാതാവ് ഇന്ന് ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, ദൈവകരുണയുടെ ഞായറാഴ്ചയായിട്ട് സാഘോഷം കൊണ്ടാടുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കാരുണ്യം സ്വീകരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവകരുണയുടെ സ്മാർട്ട് വാതിലൂടെ പ്രവേശിച്ചുകൊണ്ട് അതിനായിട്ട് ഞാനും നിങ്ങളും തയ്യാറാണ്. ലെറ്റ് us be smart. കരുണയുടെ സ്മാർട്ട് വാതിൽ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ആർ യു റെഡി? ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.